ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് അമ്മൂസ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ലോങ് വീഡിയോ ആയിട്ടാണ്. വേറെ ഒന്നുമല്ല, കുറച്ച് ദിവസമായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന വീഡിയോ ആണ്. ബട്ട് എഡിറ്റ് ചെയ്തൊക്കെ ഇറക്കാൻ ഇത്തിരി ടൈം എടുത്തു, കാരണം വോയിസ് ഒക്കെ ഇടണ്ടേ. അല്ലാതെ വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ വോയിസ് ഇടണമെങ്കിൽ ടൈം വേണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ലേറ്റായത്. ഇത് കാര്യവട്ടം കോവിലിൽ, ഞങ്ങളുടെ ഇവിടെ കാര്യവട്ടത്തൊരു കോവിലുണ്ട്. അപ്പം അവിടുത്തെ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ഘോഷയാത്രയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അത് വേറെ ഒന്നുമല്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇപ്പോൾ ഈ പരിസരത്തുള്ള ഉത്സവങ്ങളിൽ എനിക്ക് ഇത്തിക്കൂടി മെച്ചം അല്ലെങ്കിൽ ഒരു ഇത് തോന്നിയത് കാര്യവട്ടം കോവിലാണ്. കാരണം പണ്ടത്തെ പോലെ ഇപ്പം അങ്ങനെ കോവിലുകളൊന്നും വലിയ ആഘോഷമില്ല എവിടെയൊന്നും, എല്ലാം ചുരുക്കിയാണ് നടത്തുന്നത്. പക്ഷേ കാര്യവട്ടം കോവിലിൽ ഇപ്പം അത്യാവശ്യം പിള്ളേർക്കായാലും കാണാൻ നല്ല രസവും നോക്കി നിൽക്കാനും അതുപോലെ തന്നെ ആളുകൾക്ക് നല്ല സൗകര്യമൊക്കെ ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ കാര്യവട്ടം ഘോഷയാത്ര സമയത്ത്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസാണ് ഈ കാണുന്നത്. അതാണെങ്കിൽ പലതരം തെയ്യം വരുന്നത് കണ്ടില്ലേ. ലൈറ്റ് വെച്ചുള്ള തെയ്യം ഉണ്ടായിരുന്നു, അല്ലാതെ നമ്മുടെ സാധാ പോലത്തെ തെയ്യം ഉണ്ടായിരുന്നു. പിന്നെ പലതരം ഈ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഈ ബൊമ്മകളൊക്കെ നടന്നു പോകുന്ന അങ്ങനെയൊക്കെ അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ തന്നെ ഞാൻ റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് എടുത്തുകൊണ്ട് തന്നെ ഇടയ്ക്കുള്ള വിഷ്വൽസൊക്കെ ഈ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ കട്ടായി പോവുകയാണ്. പിന്നെ കണ്ടില്ലേ, ഇപ്പോൾ കോഴിയൊക്കെ നടന്നുകൊണ്ട് കണ്ടില്ലേ. ഇതൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അവരതൊക്കെ കണ്ട് നിൽക്കും. അപ്പോൾ എൻ്റെ കൊച്ചായാലും അതൊക്കെ കണ്ട് ഭയങ്കര എന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ ഇതാണ്ട് കരടി, നമ്മുടെ എന്താണ് പാണ്ട്, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു ഉത്സവ ഘോഷയാത്ര തന്നെയായിരുന്നു. കഴിഞ്ഞ വട്ടമുള്ള കാര്യവട്ടം കോവിലിലെ ഉത്സവത്തിന് എനിക്ക് പോകാൻ പറ്റിയില്ല തോന്നുന്നു. കാരണം ഞാൻ ആ സമയത്ത് ഇവളെ പ്രസവിച്ച് ഇവള് ഉണ്ടായിരുന്നു. അങ്ങനെ എന്തോ ഒരു കാര്യം കൊണ്ട് എനിക്ക് എന്തായാലും പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും പോയി അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു, കൊള്ളായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടു നോക്ക് എങ്ങനെയൊക്കെ ഉണ്ട് എന്ന് ഘോഷയാത്ര. എന്നിട്ട് കമൻറ്റ് ഇടണം കേട്ടോ. ഇതിനെ ഇപ്പം ഇതുപോലെ നല്ല നല്ല രീതിയിലുള്ള ഘോഷയാത്രയൊക്കെ ഇപ്പോൾ നിങ്ങളുടെ സ്ഥലങ്ങളിലുണ്ടോ ഈ കോവിലുകളിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളവിടുത്തെ കോവിലുകളിലും ചുരുക്കിയാണോ നടത്തുന്നതൊക്കെ ഒന്ന് നിങ്ങൾ കമൻറ്റ് ഇടണം കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ചെണ്ടമേളത്തിൻ്റെ ഫാനാണ്. എവിടെ ചെണ്ടമേളം കേട്ടാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അറിയാതെ മനസ്സിൽ ഉള്ളിൽ നിന്ന് അങ്ങ് തുള്ളിപ്പോവും. അപ്പോൾ മാതിരിയാണ് ഈ ചെണ്ടമേളമൊക്കെ. അപ്പോൾ ഞാൻ അങ്ങനെ ചെണ്ടമേളമൊക്കെ ആസ്വദിച്ച് ഞങ്ങളൊക്കെ അവിടെ നിന്നു, കുറച്ച് നേരം നിന്നു. ആ ഘോഷയാത്ര പോകും വരെ നിന്നു. കാരണം അത് കഴിഞ്ഞ് വേണം നമുക്ക് AKGയിൽ പോകാൻ, അവിടെ പരിപാടികളുണ്ട്. ഈ കാര്യവട്ട ഉത്സവം വരുമ്പോൾ മെയിനായിട്ടുള്ള ഇതാണ് AKG പരിപാടി കാണും. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ ആ മുക്കിൽ, ശ്രീനാരായണ ഗുരുവിൻ്റെ ആ പ്രതിമേരെ അവിടെ ഗുരുമന്ദിരത്തിൻ്റെ മുക്കിൽ കാണും ഒരു പരിപാടി. പിന്നെ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഇതിന് മുമ്പ് ഞാൻ കല്യാണം കഴിക്കണേ മുമ്പാണെന്ന് വെച്ചാൽ 3 വർഷം മുമ്പൊക്കെ അങ്ങ് കാര്യവട്ടം അങ്ങ് ബസ് സ്റ്റോപ്പ് കഴിഞ്ഞ് കുറേയൊക്കെ പോകുമ്പോഴേക്ക് പരിപാടി അവിടെ ഓരോരോ അടുത്തായിട്ട് പരിപാടിയൊക്കെ കാണും, ഈ ലൈറ്റൊക്കെ ഉള്ളിടത്ത്. ഇപ്രാവശ്യം അതൊന്നും ഇല്ലായിരുന്നു തോന്നണം. പിന്നെ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനും പറ്റിയില്ല, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ തെയ്യമൊക്കെ കണ്ട്, അതുപോലെ തന്നെ അവിടെ ഇങ്ങനെ എന്താണ് പലതരം ഈ തലയിലൊക്കെ വെച്ചിട്ടിങ്ങനെ കളിക്കില്ലേ ഇവർ, അതിനെന്താ പറയുക, അതിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ആരെങ്കിലും കമൻറ്റ് ചെയ്യണേ ഇതെന്താണ് സംഭവം എന്നറിയാമെങ്കിൽ. ഇവിടെ അച്ഛൻ കണ്ടിട്ട് പറയുന്നത് ഇതിനെ കുംഭമേളം എന്നാണ്. നിങ്ങളും കൂടെ കമൻറ്റ് ഇടുക കേട്ടോ. കുംഭമേളം എന്ന് തന്നെയാണോ നിങ്ങളവിടെ അറിയപ്പെടുന്നത്? ഇവിടെ അങ്ങനെയാണെന്നാണ് അച്ഛൻ പറയുന്നത്, ഇതിനെ കുംഭമേളം എന്ന് അറിയപ്പെടുന്നത്. അവിടെ നിന്ന് പിന്നെ നേരെ വിട്ടത് നമ്മൾ ഗുരുമന്ദിരത്തിൻ്റെ അവിടെയായിരുന്നു. അവിടെ ഒരു അടിപൊളി നാടൻപാട്ട് പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ അതെനിക്ക് എടുക്കാൻ പറ്റില്ല, കുഞ്ഞ് കയ്യിലിരുന്ന് ഉറങ്ങിയോണ്ട് തന്നെ എനിക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റില്ല. പക്ഷേ അത് എടുക്കണമായിരുന്നു, കാരണം സെറ്റ് പരിപാടിയായിരുന്നു അവിടെ. പിന്നെ അവിടെ നിന്ന് എനിക്ക് അധികം നിൽക്കാനോ ഒന്നും പറ്റിയില്ല, കാരണം ഇവിടെ ഉറങ്ങിയോണ്ട് തന്നെ പെട്ടെന്ന് വീട്ടിൽ എത്തിയാൽ മതി എന്നായിരുന്നു. അങ്ങനെ പിന്നെ പോയി പകുതി വരെയൊക്കെ ലൈറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ലൈറ്റും പരിപാടിയൊക്കെ നമുക്ക് തുടങ്ങുന്നത് ഗുരുമന്ദിരം കഴിഞ്ഞ് അടുത്ത AKGയുടെ അവിടെ നിന്നാണ്. ഇതാണിന്നും അവിടുത്തെ ലൈറ്റും ഇതുമൊക്കെ. പിന്നെ വിചാരിച്ച പോലെല്ലാം നിറച്ച ആളുണ്ടായിരുന്നു കേട്ടോ. തിരക്ക്, വണ്ടികൾ പോക്കും, അങ്ങനെ ഒരു തിരക്ക് തന്നെയായിരുന്നു. പിന്നെ അടിപൊളി പാട്ട് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നത്തെയും പോലെയല്ല, ഇപ്രാവശ്യം ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു സ്റ്റേജ്. നല്ല അടിപൊളി സ്റ്റേജൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല ലൈറ്റ് സെറ്റപ്പൊക്കെ ആയിട്ട് സൂപ്പറായിരുന്നു. ഇതുവരെ ഇങ്ങനെ ഒരു പരിപാടി ഞാൻ ഒരു പ്രദേശത്ത് കണ്ടിട്ടില്ല. സാധാരണ പരിപാടികളുണ്ടാവും, പക്ഷേ ഇത്രയും ഹൈപ്പുള്ള പരിപാടി ഇതാദ്യമായിട്ടാണെന്ന് തോന്നുന്നു. എനിക്കങ്ങനെയാണ് തോന്നിയത്. പിന്നെ അവിടെ ലഘുഭക്ഷണമായിരുന്നു മെയിൻ. അതിലായിരുന്നു എൻ്റെ കണ്ണ് മൊത്തം, കണ്ടില്ലേ. അത് തിന്നാനായിരുന്നു എനിക്ക് ഉഷാറ്. അവൾ കയ്യിരുന്നുകൊണ്ട് ഉറങ്ങിയോണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റി. നമ്മുടെ കുമാർ മാമൻ്റെ പരിപാടിയും കൂടെ കണ്ടിട്ട് പിന്നെ നേരെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.